ഹലോ എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ MCA 021 കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന പേപ്പറിലെ ബ്ലോക്ക് 1 സ്പെഷ്യാലിറ്റി ഓഫ് പോളിമേഴ്സിലെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ഓഫ് പോളിമേഴ്സിന്റെ പാർട്ട് 2 ആണ്. അതായത് നമുക്കറിയാം നമ്മളെ പേപ്പർ എന്ന് പറയുന്നത് കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് ആണ്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഫസ്റ്റ് ബ്ലോക്കിൽ നമ്മൾ സ്പെഷ്യാലിറ്റി ഓഫ് പോളിമേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്. അതിലൊരു ഇൻട്രൊഡക്ഷൻ ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു പാർട്ട് 1 വീഡിയോയിൽ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സ്പെഷ്യാലിറ്റി ഓഫ് പോളിമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്ട് 2 വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സെക്ഷനിൽ അതായത് ഈ പാർട്ട് 2ൽ നമുക്ക് എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ഓഫ് പോളിമേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കൂ. ഫസ്റ്റ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിമർ മോളിക്കുലാർ മാസ് ആൻഡ് ഡിറ്റർമിനേഷൻ മെത്തേഡ്സ് ആണ്. അതായത് ഈ ഒരു സെക്ഷനിൽ നമുക്ക് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടത് പോളിമേഴ്സിന്റെ മോളിക്കുലാർ മാസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം, എന്തൊക്കെയാണ് ഡിറ്റർമിനേഷൻ മെത്തേഡ്സ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നമുക്ക് മോളിക്കുലാർ മാസ് ആവറേജ് എന്താണെന്ന് മനസ്സിലാക്കണം, ഡിസ്പേഴ്സിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ അനലിറ്റിക്കൽ ടെക്നിക്സ് യൂസ് ടു മെഷർ ദം, അതായത് നമ്മുടെ മോളിക്കുലാർ മാസും ഡിസ്പേഴ്സിറ്റിയും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അനലിറ്റിക്കൽ ടെക്നിക്സുകൾ എന്തൊക്കെയാണ് അതും നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, നോക്കൂ, ഞാൻ ഇവിടെ ലേണിംഗ് ഔട്ട്കംസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് ഡിഫൈൻ മാസ് ആവറേജ് ആണ്. മാസ് ആവറേജ് എന്ന് പറയുന്ന ടേം എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? നമ്മുടെ പോളിമേഴ്സിന്റെ മോളിക്കുലർ മാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേം ആണ്. സോ മോളിക്കുലർ മാസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ഡിസ്കസ് ചെയ്യണം? മാസ് ആവറേജുകൾ ഡിസ്കസ് ചെയ്യണം. അതുപോലെ തന്നെ സെക്കൻഡ് ലേണിംഗ് ഔട്ട്കം എന്ന് പറയുന്നത് ഡിസ്പേഴ്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യലാണ്. എന്താണ് ഡിസ്പേഴ്സിറ്റി ഓഫ് പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഡിസ്പേഴ്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. തേർഡ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ ദ ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലാർ മാസ്. പോളിമറുകളുടെ മോളിക്കുലാർ മാസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ഏതൊക്കെ മെത്തേഡുകൾ, ഏതൊക്കെ അനലിറ്റിക്കൽ ടെക്നിക്സുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നു. അതായത് പ്രൈമറി മെത്തേഡ്സുകളും സെക്കൻഡറി മെത്തേഡ്സുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡ്സുകൾ നമുക്ക് 1 by 1 ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒരു റോഡ് മാപ്പ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ പോളിമറിന്റെ മോളിക്കുലാർ മാസ് ഡിഫൈൻ ചെയ്യുന്നു, അത് ഡിറ്റർമൈൻ ചെയ്യുന്നു. ഡിസ്പേഴ്സിറ്റി എന്താണെന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. മോളിക്കുലാർ മാസിന്റെ ഡിറ്റർമിനേഷൻ മെത്തേഡ്സുകൾ ഡിസ്കസ് ചെയ്യണം. ഫൈനലി നമുക്ക് അതിൻ്റെ ഒരു സമ്മറിയും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്ലൈഡ്. ഈ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിമറിൻ്റെ മോളിക്കുലാർ മാസിൻ്റെ ഡിറ്റർമിനേഷനാണ്. സോ ആദ്യം നമുക്ക് എങ്ങനെയൊക്കെയാണ് പോളിമേഴ്സിൻ്റെ മോളിക്കുലാർ മാസിനെ ഡിഫൈൻ ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മളിവിടെ പോളിമറിൻ്റെ മോളിക്കുലാർ മാസിനെ ഡിഫൈൻ ചെയ്യുന്നത് ഡിഫറെൻറ്റ് ആവറേജസ് ആയിട്ടാണ്. നോക്കൂ, ദർ ആർ ഡിഫറെൻറ്റ് ആവറേജസ് യൂസ് ഫോർ റെപ്രസെൻറ്റിംഗ് മോളിക്കുലാർ മാസ് ഓഫ് എ പോളിമർ. അതായത് ഒരു എക്സാക്ട് മോളിക്കുലാർ മാസ് ആയിട്ടല്ല പോളിമറിൻ്റെ മാസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് ആവറേജസ് ആയിട്ടാണ് നമുക്ക് പോളിമേഴ്സിൻ്റെ മാസ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിയുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോളിമർ എന്ന് പറയുമ്പം ധാരാളം മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു വലിയ പോളിമർ ചെയിൻ ഫോം ചെയ്യുന്നതെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ചെറിയ ചെറിയ മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ട്, അതായത് ചെറിയ ഇതുപോലെയുള്ള മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് അഥവാ അവർക്ക് പോളിമറൈസേഷൻ നടക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെയുള്ള വലിയൊരു പോളിമർ ചെയിൻ നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണല്ലേ. ഇങ്ങനെ പോളിമർ ചെയിൻ എന്ന് പറയുന്ന സമയത്ത് ഓരോ പോളിമർ ചെയിനുകളിലും അതിലുള്ള മോണോമർ യൂണിറ്റിൻ്റെ നമ്പർ അനുസരിച്ചിട്ട്, അവിടെയുള്ള മോണോമർ യൂണിറ്റിൻ്റെ നമ്പർ അനുസരിച്ചിട്ട് പോളിമർ ചെയിനിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. സോ എല്ലാ പോളിമർ ചെയിനും ഒരേ ലെങ്ത് ആണെന്നും ഒരേ മോളിക്കുലാർ മാസ് ആണെന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് മോണോമേഴ്സ്, ഓരോ പോളിമർ ചെയിനിലുള്ള മോണോമറുകളുടെ നമ്പറിനനുസരിച്ച് പോളിമർ ചെയിനിൻ്റെ ലെങ്ത് ഡിഫറെൻ്റ് ആയിരിക്കും. സോ പോളിമേഴ്സിൻ്റെ മോളിക്കുലാർ മാസും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ ഇത്ര ലെങ്ത്തുള്ള ഒരു പോളിമർ ചെയിനും ഉണ്ട്, ഇതേ ലെങ്ത്തുള്ളൊരു പോളിമർ ചെയിനും ഉണ്ട്. ഈ രണ്ട് പോളിമർ ചെയിനും ഒരേ മോളിക്കുലാർ വെയിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഒരേ മോളിക്കുലാർ മാസ് ആയിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം
ഒരു പക്ഷേ ഈ ഒരു പോളിമർ ചെയിൻ എന്ന് പറയുന്നത് 4 മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായതായിരിക്കും. ഇതെന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 6 മോണോമേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് ഫോം ചെയ്തതായിരിക്കും. സോ ഡിപ്പെൻഡിങ് അപ്പോൾ ദ നമ്പർ ഓഫ് പോളിമേഴ്സ്, ആ പോളിമർ ചെയിൻ്റെ എന്തും വ്യത്യാസമുണ്ട്, ലെങ്ത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ലെങ്ത്തിൽ വ്യത്യാസം വരുന്ന സമയത്ത് അതിൻ്റെ മോളിക്കുലാർ വെയ്റ്റിലും വ്യത്യാസം വരും. സോ പോളിമേഴ്സിൻ്റെ കേസിൽ നമുക്ക് ഒരിക്കലും മോളിക്കുലാർ മാസിന് എക്സാക്റ്റ് ആയിട്ട് പറയാനായിട്ട് പറ്റില്ല. നമ്മൾ എപ്പോഴും മോളിക്കുലാർ മാസ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ആവറേജസ് ആയിട്ടായിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്ന ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, അതായത് പോളിമറിൻ്റെ മോളിക്കുലാർ മാസ് ഡിറ്റർമൈൻ ചെയ്യുന്ന ഫസ്റ്റ് ആവറേജ് എന്ന് പറയുന്നത് എന്താണതാ? നമ്പർ ആവറേജ് മെത്തേഡാണ്. നമ്പർ ആവറേജ് മെത്തേഡിലാണ് നമ്മൾ ഇനീഷ്യലി പോളിമറിൻ്റെ മോളിക്കുലാർ മാസിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഈ നമ്പർ ആവറേജിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് MN എന്നാണ്. സോ ഇതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? നമ്പർ ആവറേജ് ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് പോളിമർ എന്ന് വിളിക്കാം. മറ്റൊരു മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഈസ് വെയ്റ്റ് ആവറേജ് അല്ലെങ്കിൽ മാസ് ആവറേജ്. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് MW ബാർ. ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? വെയ്റ്റ് ആവറേജ് ഓഫ് മോളിക്കുലാർ മാസ് ഓഫ് പോളിമർ എന്ന് വിളിക്കാം. ഓക്കെ, എങ്ങനെയാണ്? ദിസ് ഈസ് നമ്പർ ആവറേജ് ഓഫ് മോളിക്കുലാർ വെയ്റ്റ് ഓഫ് പോളിമർ. ദിസ് ഈസ് വെയ്റ്റ് ആവറേജ് ഓഫ് മോളിക്കുലാർ വെയ്റ്റ് ഓഫ് പോളിമർ ആണ്. അങ്ങനെ 2 ആവറേജസ് ആണ് ഞാനിവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം ഈ 2 ആവറേജ് മെത്തേഡ്സുകളെ എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. അതിൻ്റെ ഇക്വേഷൻ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ നമുക്ക് നമ്പർ ആവറേജ് മെത്തേഡിൻ്റെ ഇക്വേഷൻ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമ്പർ ആവറേജ് മെത്തേഡിൻ്റെ ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അതുപോലെ വെയ്റ്റ് ആവറേജ് മെത്തേഡിൻ്റെ ഇക്വേഷൻ ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ കിട്ടിയത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, അതായത് ഇങ്ങനെ നമ്പർ ആവറേജ് ആണ് എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു നമ്പർ ആവറേജിനെ നമുക്ക് MN ബാർ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ N12, അതായത് എൻ്റെ കയ്യിൽ N1, N2, N3, അതുപോലെ തന്നെ N4, ഇങ്ങനെ ഇത്രയും അധികം പോളിമേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. പോളിമർ ചെയിനുകളുടെ നമ്പറാണ് N1, N2, N3, N4 എന്ന് നമ്പർ ചെയ്തിട്ട് 4 പോളിമർ ചെയിനുകളുണ്ട്. അതിൽ N1, അതായത് ഫസ്റ്റ് പോളിമർ ചെയിനിൻ്റെ മാസ് M1 ആണ്. സെക്കൻഡ് പോളിമർ ചെയിൻ്റെ മാസ് M2 ആണ്. തേർഡ് പോളിമർ ചെയിൻ്റെ മാസ് M3 ആണ്. ഫോർത്ത് വണ്ണിൻ്റെ മാസ് M4 ആണ്. സോ എനിക്ക് നമ്പർ ആവറേജിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ N1 M1 പ്ലസ് N2 M2 പ്ലസ് N3 M3 പ്ലസ് N4 M4. ദാറ്റ് മീൻസ് N1 എന്ന് പറയുന്ന നമ്പർ, അതായത് ഫസ്റ്റ് പോളിമർ ചെയിൻ്റെ മോളിക്കുലാർ മാസാണ് M1. സെക്കൻഡ് പോളിമർ ചെയിൻ, അതായത് അതിലുള്ള മോണോമർ യൂണിറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഇതിൻ്റെ ലെങ്ത് മാറും അല്ലേ. അപ്പോൾ ഈ മോണോമർ ചെയിനിൻ്റെ ഈ N2 എന്ന് നമ്പർ ചെയ്തിട്ടുള്ള ചെയിനിൻ്റെ മാസാണ് M2. N3 എന്ന ചെയിനിൻ്റെ മാസാണ് M3. N4ൻ്റെ മാസാണ് M4. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി കഴിഞ്ഞു. ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 പ്ലസ് N3 പ്ലസ് N4 എന്ന് എഴുതാം. അതായത് എത്ര പോളിമർ ചെയിൻ ഉണ്ട് ഇവിടെ? N1, N2, N3, N4, ഇത്രയും പോളിമേഴ്സ് ചെയിൻ ഉണ്ട് അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് എക്സ്പ്രസ് ചെയ്യുന്നത്? നമ്പർ ആവറേജിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് N1, N2, N3, N4 എന്ന് പറയുന്ന നമ്പറാണ് പോളിമർ ചെയിൻ ഉള്ളത്. M1, M2, M3, M4 ആണ് അതിൻ്റെ മോളിക്കുലാർ മാസ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ആവറേജിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? N1 M1 പ്ലസ് N2 M2 പ്ലസ് N3 M3 പ്ലസ് N4 N4 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 പ്ലസ് N3 പ്ലസ് N4 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ ചെറിയൊരു മാറ്റം വരുത്താൻ പോവാണ്. ഇത് ഞാനിവിടെ ഒന്നും വായിക്കുന്നുണ്ട്. നോക്കൂ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഞാൻ N4 4 പോളിമർ ചെയിൻ വരെ ഉള്ളൂ എന്നുള്ള കൺസെപ്റ്റിലാണ് N4 വരെ എടുത്തത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ I വരെയുള്ള പോളിമർ ചെയിൻ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്രയും എണ്ണം പോളിമർ ചെയിൻ ഉണ്ടെങ്കിൽ എനിക്ക് ഇക്വേഷനെ ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് എങ്ങനെ എഴുതാം? MN average, that is number average of molecular weight of polymer is given by summation over NI divided by summation over NI എന്ന് നമുക്ക് എഴുതാം. അതായത് ഇവിടെ ഐയുടെ വാല്യൂസ് നമുക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം? നമ്മൾ എവിടെ മുതലാണ് തുടങ്ങിയത്? നമ്മുടെ ഈ ഒരു കേസിൽ ഐയുടെ വാല്യൂ ഏതൊക്കെ വരും? 1, 2, 3, 4. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഐയുടെ വാല്യൂസ് കൊടുക്കാം? 1, 2,
3,4,5 എക്സെട്ര എന്ന് നമുക്ക് നമ്പർ കൊടുക്കാം. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ പോളിമറിൻ്റെ മോളിക്കുലാർ വെയ്റ്റിനെ നമ്പർ ആവറേജ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, summation over ni ഡിവൈഡഡ് ബൈ summation over ni. N1 N2 അവിടെ N1 N2 N3 N4 എന്ന് പറയുന്നത് ഓരോ പോളിമർ ചെയിനിലുള്ള മോണോമർ യൂണിറ്റിൻ്റെ എണ്ണത്തിനെയാണ് അല്ലേ, അത് നമ്പർ ഓഫ് പോളിമർ ചെയിൻ ആണ്. പിന്നെ M1 M2 M3 എന്ന് പറയുന്നത് ഓരോ പോളിമർ ചെയിനിൻ്റെയും മോളിക്കുലാർ വെയിറ്റ് ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ പോളിമർ ചെയിനുകളുടെ നമ്പർ. സോ വി ഗെറ്റ് നമ്പർ ആവറേജ്. ദിസ് ഇസ് അബൌട്ട് നമ്പർ ആവറേജ് മെത്തേഡ് ഓഫ് ഡിറ്റർമിനേഷൻ ഓഫ് മോളിക്കുലാർ വെയിറ്റ് ഓഫ് പോളിമേഴ്സ്. നോക്കൂ, സെയിം സാധനം ഞാനിവിടെ ഒന്നുകൂടി എഴുതിയിട്ടുണ്ട്. N1 M1 പ്ലസ് N2 M2 പ്ലസ് M3 M3 എക്സെട്ര അപ് ടു N1 N2 പ്ലസ് N3 എക്സെട്ര. അതായത് നമ്മൾ N1 എന്ന് പറയുമ്പം നമ്മൾ മാറ്റി എഴുതുന്നു സമ്മേഷൻ ഓവർ ni mi ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ ni. ni എന്ന് പറയുമ്പോൾ ഏതൊക്കെ വാല്യൂസ് വരാം? N1 N2 N3 N4 എക്സെട്ര. mi എന്ന് പറയുമ്പോൾ M1 M2 M3 M4 എക്സെട്ര. ഓക്കെ, ഇനി ഒറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. സമ്മേഷൻ ഓവർ NI എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? WI എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ശ്രദ്ധിക്കണേ, സമ്മേഷൻ ഓവർ NI എന്ന് പറയുന്നത്, അതായത് ഒരു പോളിമർ ചെയിനിൻ്റെ ഒരു പോളിമർ ചെയിനിലെ എണ്ണം, അതായത് അതിലുള്ള മോണോമർ യൂണിറ്റുകളുടെ നമ്പർ, ആ പോളിമർ ചെയിനിൻ്റെ മോളിക്കുലാർ വെയിറ്റ്, ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ആ പർട്ടിക്കുലർ പോളിമർ ചെയിനിൻ്റെ വെയിറ്റ് അല്ലേ, ദറ്റ് ഇസ് WI. അതായത് അപ്പം ഒരു പോളിമർ ചെയിൻ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള ഒരു പോളിമർ ചെയിനിൽ 20 മോണോമർ യൂണിറ്റ് ഉണ്ട്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? അതിൻ്റെ NI എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അതിൽ ഒരു ആ പോളിമർ ചെയിനിൻ്റെ മോളിക്കുലാർ വെയിറ്റ് ദാറ്റ് ഇസ് M1 എന്ന് പറയുന്നത് മോളിക്കുലാർ വെയിറ്റ് 1000 ആണ് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ മോളിക്കുലാർ മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? M1 ഇൻറ്റു ദാറ്റ് മീൻസ് N1. M1 ഇൻറ്റു N1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 ഇൻറ്റു 20. ദാറ്റ് വി ഗെറ്റ് വെയിറ്റ് ഓഫ് ദ ആ ഒരു എൻറ്റയർ പോളിമർ ചെയിൻ്റെ വെയിറ്റ് നമുക്ക് കിട്ടും. ദാറ്റ് ഇസ് WI അല്ലേ. നോക്കൂ, ശ്രദ്ധിക്കുക, അതായത് N1 എന്ന് പറയുന്നത് അതിലുള്ള മോണോമർ യൂണിറ്റിൻ്റെ നമ്പറിനനുസരിച്ച് വരുന്നതാണ്. MI എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ മോണോമർ യൂണിറ്റുകൾ വരുന്ന ചെയിനിൻ്റെ മോളിക്കുലാർ വെയിറ്റ്. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു എൻറ്റയർ ചെയിനിൻ്റെ വെയിറ്റ് നമുക്ക് കിട്ടും. സോ ഈ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. സമ്മേഷൻ ഓവർ NI MI നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? WI എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ കണ്ടോ, നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷനാണ് നമ്പർ ആവറേജിൻ്റെ NI MI ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ NI. അതിനെ നമുക്ക് വേറൊരു രീതിയിൽ കൂടി എഴുതാം. സമ്മേഷൻ ഓവർ എന്തെഴുതാം? WI എന്ന് എഴുതാം അല്ലേ, ഡിവൈഡഡ് ബൈ NI എന്ന് വേണമെങ്കിലും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഇക്വേഷൻ ഇപ്പം നിങ്ങൾ ഓർക്കണ്ട, ഞാൻ പറഞ്ഞ കാര്യം മാത്രം ഓർക്കുക. ഈ ഒരു NI MIനെ നമുക്ക് WI എന്നും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് നമ്മുടെ സ്ലൈഡിലേക്ക് വരാം. സ്ലൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സമ്മേഷൻ ഓവർ NI MI ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ NI. അതിനെ നമ്മൾ വീണ്ടും എന്ത് എഴുതിയിട്ടുണ്ട്? NI MI ഡിവൈഡ്. ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവരുടെ ഡിവൈഡഡ് ബൈ എന്തുകൂടി ഉണ്ടായിരിക്കും? സമ്മേഷൻ ഓവർ NI. നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഇതിലുള്ള ഇക്വേഷൻ നിങ്ങൾ നോക്കണ്ട. എന്ത് ചെയ്യേണ്ട? നിങ്ങൾ ഈ ഒരു ഇക്വേഷനെ നോക്കണ്ട. ഞാൻ തൊട്ടടുത്ത സ്ലൈഡിൽ എഴുതിയിട്ടുള്ള ഈ ഒരു ഇക്വേഷനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെയും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. സമ്മേഷൻ ഓവർ WI ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ NI എന്നും നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഒരു ഇക്വേഷനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഓക്കെ, ഞാൻ നേരത്തെ എഴുതിയ ഇക്വേഷൻ, ഈ സ്ലൈഡിലുള്ള ഇക്വേഷൻ നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ നമ്പർ ആവറേജ് മെത്തേഡ് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെയ്റ്റ് ആവറേജ് ആണ്. വെയ്റ്റ് ആവറേജ് എന്ന് പറയുമ്പോൾ ഇതാ നോക്കൂ, ഞാൻ വീണ്ടും എഴുതുന്നില്ല, ഇവിടെ ഉണ്ട്. നോക്കൂ, വെയ്റ്റ് ആവറേജിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? MW ബാർ എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നമ്മൾ അതിനെ നേരത്തെ എഴുതിയതുപോലെ തന്നെ സമ്മേഷൻ ഓവർ NI MI സ്ക്വയർ ആണ് വരുന്നത്. നേരത്തെ NI MI മാത്രമായിരുന്നു, പക്ഷേ വെയ്റ്റ് ആവറേജിലേക്ക് വരുമ്പോൾ അത് എങ്ങനെ എഴുതണം? സമ്മേഷൻ ഓവർ NI MI സ്ക്വയർ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ NI MI എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഈ സമ്മേഷൻ ഓവർ NI MI വരുന്നത്? വിച്ച് ഇസ് ഈക്വൽ ടു N1 M1 സ്ക്വയർ പ്ലസ് N2
m2 സ്ക്വയർ n3 m3 സ്ക്വയർ. നേരത്തെ എഴുതിയ ടേമിൻ്റെ കൂടെ ഇപ്പോൾ എന്താണ് മോളിക്കുലാർ വെയ്റ്റിൻ്റെ ടേമിൽ നമുക്കൊരു സ്ക്വയർ കൂടി വരുന്നുണ്ട്. ഡിവൈഡഡ് ബൈ നേരത്തെ നമ്മൾ സമ്മേഷൻ ഓവർ ni മാത്രമായിരുന്നു, ഇപ്പോൾ എങ്ങനെ വരുന്നുണ്ട് ni mi എന്ന് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം വിച്ച് ഇസ് ഈക്വൽ ടു ni mi പ്ലസ് n2 m2 പ്ലസ് n3 m3 പ്ലസ് എക്സെട്ര അപ് ടു i വരെ അല്ലേ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നില്ലേ, അതായത് സമ്മേഷൻ ഓവർ ni ജസ്റ്റ് ni നമ്മളെങ്ങനെ എഴുതിയത് n1 m1 എന്തിന് ഈക്വലാ w1 ഈക്വലാണ് അല്ലേ. n2 ഒരു മിനിറ്റ് ഓക്കെ n2 m2 എന്തിന് ഈക്വലാണ് w2 ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ n1 m1 എന്നുള്ള ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് കൊടുക്കാം w എന്ന് കൊടുക്കാം. പിന്നെ ഒരു എക്സ്ട്രാ ഒരു m കൂടി ഉണ്ടാവുമല്ലോ. therefore ഇക്വേഷൻ എങ്ങനെ വരും wi ഇൻറ്റു mi. അതായത് ഇവിടെ നോക്കൂ നിങ്ങൾ ni mi ഈ ഒരു ടേമിനെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത് w എന്ന് റെപ്രസെൻറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ ni miനെ നമുക്ക് എങ്ങനെ എഴുതാം wi. പിന്നെ ഒരു എക്സ്ട്രാ mi കൂടി ഉണ്ടാവുമല്ലോ ഇൻറ്റു mi ഡിവൈഡഡ് ബൈ താഴെ വരുന്ന ടേം കംപ്ലീറ്റ് എന്തായിട്ട് മാറും wi ആയിട്ട് മാറും. സോ നമ്മുടെ വെയ്റ്റ് ആവറേജിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കൂ. വെയ്റ്റ് ആവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഒരു മിനിറ്റ് ഞാനൊരു സ്ലൈഡ് എവിടെയെങ്കിലും സ്ഥലമുണ്ടോ നോക്കട്ടെ. ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതുകയാണേ, നമുക്കത് മായ്ക്കാം. വെയ്റ്റ് ആവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം എം ഡബ്ല്യു ബാർ ഇസ് ഈക്വൽ ടു എങ്ങനെയാണ് വന്നത് സമ്മേഷൻ WI MI ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ WI. ഇങ്ങനെയാണ് നമ്മുടെ വെയ്റ്റ് ആവറേജിൻ്റെ ഇക്വേഷൻ വന്നിട്ടുള്ളത്. നേരത്തെ സ്ലൈഡിലുണ്ട്, ഞാൻ ഒന്നുകൂടി എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടേക്ക് തന്നെ തിരിച്ചു പോവാം. നമ്മുടെ ഇക്വേഷൻ വരുന്നത് എവിടെ പോയി ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ വെയ്റ്റ് ആവറേജ്. അപ്പോൾ നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഇപ്പോൾ പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത് വെയ്റ്റ് ആവറേജും അതുപോലെ നമ്പർ ആവറേജും. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻസ് വെയ്റ്റ് ആവറേജും നമ്പർ ആവറേജും. നമുക്ക് ആ രണ്ട് ഇക്വേഷൻ ഒന്നുകൂടി ഇവിടെ എഴുതി നോക്കാം. നമ്പർ ആവറേജിന് നമുക്ക് MN ബാർ എന്ന് എഴുതാം. അതിൻ്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് വന്നത് സമ്മേഷൻ ഓവർ NI MI ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ NI. ഇനി വെയ്റ്റ് ആവറേജിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വന്നത് MW ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ WI MI ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ WI. ഇവിടെ നോക്കൂ NI MIയുടെ കൂടെ ഒരു MI കൂടി വരുന്നതാണ് വെയ്റ്റ് ആവറേജ്. ദെർഫോർ ഈ ഒരു ടോട്ടൽ ടേമിനെ നമുക്ക് WI എന്ന് എഴുതാം. എക്സ്ട്രാ വരുന്നതിന് നമുക്ക് MI എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. ഇവിടെ ഒരു I ആണ്, MI എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക ഡിവൈഡഡ് ബൈ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മുടെ സ്ലൈഡിലുള്ള ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കണ്ട, നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കാം. നമ്പർ ആവറേജും വെയ്റ്റ് ആവറേജും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ഇക്വേഷനിലേക്ക് പോവാം. അടുത്തൊരു മെത്തേഡ് നോക്കൂ. നമ്മളിപ്പോൾ പറഞ്ഞു നമ്പർ ആവറേജും വെയ്റ്റ് ആവറേജും പറഞ്ഞു അല്ലേ. അതുപോലെ മറ്റൊരു മെത്തേഡാണ് Z ആവറേജ്. ഇതാണ് Z ആവറേജ് മോളിക്കുലാർ വെയ്റ്റും ഉണ്ട്, അതുപോലെ വിസ്കോസിറ്റി ആവറേജ് ഓഫ് മോളിക്കുലാർ വെയ്റ്റും ഉണ്ട്. അപ്പോൾ Z ആവറേജ് ഓഫ് മോളിക്കുലാർ വെയ്റ്റിന് നമുക്ക് MZ ബാർ എന്നും വിസ്കോസിറ്റി ആവറേജിന് MV ബാർ എന്നും റെപ്രസെൻറ്റ് ചെയ്യാം. നോക്കൂ ഇക്വേഷൻസ് ഇവിടെ സിമ്പിളാണ്. നോക്കൂ MZനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. MZ എന്ന് പറഞ്ഞാൽ നേരത്തെ എഴുതിയ സെയിം ഇക്വേഷൻ സമ്മേഷൻ ഓവർ NI M ക്യൂബ് വരുന്നു, സമ്മേഷൻ ഓവർ NI MI സ്ക്വയർ എന്ന് വരുന്നു. നമ്മൾ ലാസ്റ്റ് എഴുതിയിട്ടുള്ള MWൻ്റെ ഇക്വേഷൻ്റെ കൂടെ, അതായത് MWയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ ഓവർ NI MI സ്ക്വയർ ആയിരുന്നു അല്ലേ. ഇവിടേക്ക് വരുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു NI MI ക്യൂബ് ആവും. താഴെ മറ്റേ ഇക്വേഷനിൽ വന്നത് NI MI ആയിരുന്നു. ഇവിടെ എന്ത് വരുന്നു അത് NI MI സ്ക്വയർ ആവുന്നു. അപ്പോൾ അത് എന്ത് ആവറേജ് എന്നാണ് അതിനെ നമ്മൾ പിന്നെ അപ്പോൾ വിളിക്കുക. അങ്ങനെ മാറുമ്പോൾ അതിനെ Z ആവറേജ് എന്നാണ് നമ്മൾ പറയുന്നത്. സെയിം ഇക്വേഷൻ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, അതേ ഇക്വേഷൻ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ഓക്കെ, NI MI ക്യൂബ് ബൈ NI MI സ്ക്വയർ എന്ന് വരും നമ്മുടെ ഇക്വേഷൻ. അടുത്തത് വോളിയം ആവറേജിൻ്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇത് അതുപോലെ പഠിക്കുക. സമ്മേഷൻ വോളിയം ആവറേജിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് MV ആവറേജ് ഇസ് ഈക്വൽ ടു സമ്മേഷൻ NI MI
ഡിവൈഡഡ് ബൈ സമ്മേഷൻ എൻ ഐ എം ഐ. ഒരു കാര്യം കൂടിയുണ്ട്, ഈ എം ഐയുടെ കൂടെ ഒരു റേസ് ടു 1 പ്ലസ് എ വരുന്നുണ്ട്. ഹോൾ ഡിവൈഡഡ് ബൈ 1 ബൈ എ വരുന്നുണ്ട്. ഞാൻ ഇക്വേഷൻ ഒന്നുകൂടി ഇത് ഞാൻ വായിക്കുകയാണ്, നിങ്ങളിതിൽ ഇത് തന്നെ നോക്കുക, സ്ലൈഡിൽ ഇക്വേഷൻ തന്നെ നോക്കുക. എന്താ വരുന്നത്? എൻ ഐ എം വൈ റേസ് ടു 1 പ്ലസ് എ ഡിവൈഡഡ് ബൈ എൻ ഐ എം വൈ ഹോൾ ഡിവൈഡഡ് ബൈ 1 ബൈ എ എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻസ് ഇതാ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. എം വി വിസ്കോസിറ്റി ആവറേജ് ഇസ് ഇക്വൽ ടു സമ്മേഷൻ ഓവർ എൻ ഐ എം ഐ ഡിവൈഡഡ് ബൈ എൻ ഐ എം ഐ. എം ഐയുടെ പവർ 1 പ്ലസ് എ വരുന്നുണ്ട്, റേസ് ടു 1 ബൈ എ കൂടി വരുന്നുണ്ട്. ഇനി എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസ്റ്റൻ്റ് ആണ്? അത് പോളിമറിനെയും സോൾവെൻറ്റിനെയും ടെമ്പറേച്ചറിനെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ് എ എന്ന് പറയുന്നത്. എയുടെ വാല്യൂസ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ 0.5നും 2നും ഇടയിലായിരിക്കും എയുടെ വാല്യൂസ്. ഒക്കെ നോക്കുക കേട്ടോ. വെർ ദ എക്സ്പോണൻറ്റ് എ values between 0.5 and 2.0 is determined by the polymer, solvent and temperature. പോളിമറിനെയും സോൾവെൻറ്റിൻ്റെയും ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചതിൽ അവർ പറയുകയാണ്, ടിപ്പിക്കലി ഇൻ കേസ് ഓഫ് പോളിമേഴ്സ് മോളിക്കുലാർ വെയ്റ്റ് ആവറേജ് ഇസ് ഗ്രേറ്റർ ദാൻ വിസ്കോസിറ്റി ആവറേജ് ഗ്രേറ്റർ ദാൻ നമ്പർ ആവറേജ് ആയിരിക്കും. ഇൻ കേസിൽ പിന്നെ ഒരു കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വെയ്റ്റ് ആവറേജും വിസ്കോസിറ്റി ആവറേജും ഈക്വൽ ആയിരിക്കും എപ്പോഴും എയുടെ വാല്യൂ 1 ആണെങ്കിൽ എന്നാണ് പറയുന്നത്. നോക്കുക അതെങ്ങനെയാണ് ശരിയാവുന്നത് നോക്കാം നമുക്ക്. വിസ്കോസിറ്റി ആവറേജ് ഒരു ഇക്വേഷൻ ഇവിടെ ഉണ്ട്. അതിൽ എയുടെ വാല്യൂ ഞാൻ എത്ര കൊടുക്കുകയാണ്? എയുടെ വാല്യൂ എത്രയാണ് കൊടുക്കുന്നത്? 1 ആണെന്ന് കൊടുത്തു. അപ്പോൾ എയുടെ വാല്യൂ 1 ആണെങ്കിൽ ഇതെന്തായിട്ട് മാറും? 1 പ്ലസ് എ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ എഴുതാം, സമ്മേഷൻ ഓവർ എൻ ഐ എം ഐയുടെ പവർ എന്തായിട്ട് വരും? 1 പ്ലസ് എ എന്തായിട്ട് വരും? 2 ആയിട്ട് വരും. ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ ജസ്റ്റ് എൻ ഐ എം ഐ എന്ന് വരും. പിന്നെ എന്താണ്? ഹോൾ ഡിവൈഡഡ് ബൈ 1 ബൈ എ ഉണ്ട്. 1 ബൈ എ എന്ന് പറഞ്ഞാൽ അത് 1 ബൈ 1 ആവും. അപ്പോൾ ഇത് ഇക്വേഷൻ എങ്ങനെ വന്നു നോക്കൂ നിങ്ങൾ. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ആയിട്ട് മാറി. സമ്മേഷൻ ഓവർ എൻ ഐ എം ഐ സ്ക്വയർ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ എൻ ഐ എം ഐ. അതായത് സമ്മേഷൻ ഓവർ എൻ ഐ എം ഐ സ്ക്വയർ ബൈ സമ്മേഷൻ ഓവർ എൻ ഐ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തിൻ്റെ ഇക്വേഷൻ ആയിരുന്നു? നമ്മുടെ മോളിക്കുലാർ വെയ്റ്റ് ആവറേജ് ഓഫ് പോളിമർ ആയിരുന്നു അല്ലേ. ദെർഫോർ നമുക്ക് പറയാം എയുടെ വാല്യൂ 1 ആകുമ്പോൾ വെയ്റ്റ് ആവറേജും വിസ്കോസിറ്റി ആവറേജും എന്തിന് ഈക്വലാണ്? രണ്ടും ഈക്വലാണ്. സോ ഇത്രയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് ഇക്വേഷൻസ് കറക്റ്റാണ്. ഈ 2 സ്ലൈഡിലുള്ള ഇക്വേഷൻസ് കറക്റ്റാണ് കേട്ടോ. എന്നാലും ഞാൻ എഴുതിയ ഇക്വേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. സോ നമ്മൾ പറഞ്ഞ എല്ലാ ഇക്വേഷൻസും ഞാൻ ഒന്നുകൂടി ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യത്തത് നമ്പർ ആവറേജ് ആണ്, സമ്മേഷൻ ഓവർ എൻ ഐ എം ഐ വൈ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ എൻ ഐ. വെയ്റ്റിലേക്ക് വരുമ്പോഴോ എൻ ഐ എം ഐ സ്ക്വയർ വരും, എൻ ഐ എം വൈ വരും. അടുത്തതോ നമ്മുടെ സെഡ് ആവറേജിലേക്ക് വരുമ്പോഴോ എൻ ഐ എം ഐ ക്യൂബ്, എൻ ഐ എം ഐ സ്ക്വയർ ആയി. പിന്നെ വിസ്കോസിറ്റി ആവറേജ് വരുന്ന സമയത്ത് എൻ ഐ എം ഐ റേസ് ടു 1 പ്ലസ് എ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓവർ എൻ ഐ എം ഐ ഓൾ റേസ് ടു 1 ബൈ എ. അപ്പം നിങ്ങൾ ഏത് ഫോളോ ചെയ്യാം? ഈ ഒരു സ്ലൈഡിലുള്ള എല്ലാ ഇക്വേഷൻസും നിങ്ങൾ എന്ത് ചെയ്യാം? ഫോളോ ചെയ്യുക. വെരി എന്ത് പറയാം, നമുക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്ലൈഡിലാണുള്ള ഇക്വേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്ത് പഠിക്കുക. അതിലൊരൊറ്റൊരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ എൻ ഐ എം ഐക്ക് എന്ത് കൊടുക്കുന്നുണ്ടായിരുന്നു? ഇവിടെ ഡബ്ല്യു എന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു. മറന്നു പോകരുത്. സമ്മേഷൻ ഓവർ എൻ ഐ എം ഐ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? ഡബ്ല്യു ഐക്ക് ഈക്വലാണ്. നമ്മൾ പറഞ്ഞതാണ്. അതൊന്ന് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ദിസ് ഈസ് അബൌട്ട് എന്താണ് നമ്മുടെ പോളിമറിൻ്റെ മോളിക്കുലാർ വെയ്റ്റിൻ്റെ ആവറേജസ് മെത്തേഡ്. സോ നമ്പർ ആവറേജ് ഉണ്ട്, വെയ്റ്റ് ആവറേജ് ഉണ്ട്, സെഡ് ആവറേജ് ഉണ്ട്, വിസ്കോസിറ്റി ആവറേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നോക്കൂ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്കത് ചെയ്ത് നോക്കാം അല്ലേ. നോക്കൂ, നമ്മുടെ ആദ്യം നമ്പർ ഓഫ് മോളിക്യൂൾസ് പറഞ്ഞിട്ടുണ്ട്, മോളിക്കുലർ മാസ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ ഉദ്ദേശിച്ചത്? എന്നിൻ്റെ വാല്യൂസ്. മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിച്ചത്? എമ്മിൻ്റെ വാല്യൂസ്. നിങ്ങളോട് എന്താ കാൽക്കുലേറ്റ് ചെയ്താൽ പറഞ്ഞത്? നമ്പർ ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ. നമ്പർ ആവറേജിന് നമ്മൾ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യൂ? എം എൻ ബാർ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. അങ്ങനെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്കറിയാം ഇക്വേഷൻ എന്തായിരുന്നു? സമ്മേഷൻ ഓവർ എൻ ഐ എം ഐ ആണല്ലോ. ഇവിടെ എത്ര എൻ ഉണ്ട്? 2 എൻ വാല്യൂ. ഇത് N1 എന്ന് കൊടുക്കാം, ഇതിന് N2 എന്ന് കൊടുക്കാം, ഇതിന് M1 എന്ന് കൊടുക്കാം, ഇതിന് M2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? N1 M1 പ്ലസ് N2 M2
ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. അപ്പോൾ നോക്കൂ, N1 M1 എന്ന് പറഞ്ഞാൽ എന്താ വാല്യൂ? 20 ഇൻറ്റു 5000. അടുത്തത് എന്ത് വരും? 30 ഇൻറ്റു 7000 അല്ലേ? അപ്പോൾ 20 ഇൻറ്റു 5000, അതുപോലെ തന്നെ 30 ഇൻറ്റു 5000 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 എന്ന് പറയുമ്പോൾ 20 പ്ലസ് 30. സോ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എത്ര കിട്ടും? 6500 കിട്ടും. ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ, അതവിടെ ഉണ്ട്, നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾ നോക്കുക. സോ ഇതിങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലംസ് ചോദിക്കുന്നത്. സിമ്പിളാണ്, ഇക്വേഷൻസ് മാത്രം നോക്കുക. അതുപോലെ ഇക്വേഷൻസ് ഡയറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മാർക്ക് ഹവിങ്ക് ഇക്വേഷൻ ആണ്. മാർക്ക് ഹവിങ്ക് ഇക്വേഷനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഈറ്റ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു സ്മോൾ ലെറ്റർ എ. ഇതാണ് മാർക്ക് ഹവിങ്ക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ ഈറ്റ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് വിസ്കോസിറ്റി ആണ്. ഒരു പോളിമറിൻ്റെ ഇൻട്രിൻസിക് വിസ്കോസിറ്റിയാണ് നമ്മൾ ഈറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്കുലർ വെയ്റ്റിൻ്റെ ആവറേജ് ആണ്. കെ എന്ന് പറയുന്നതും എ എന്ന് പറയുന്നതും, ഇവിടെ കെ എന്ന് പറയുന്നതും എ എന്ന് പറയുന്നതും എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ എന്താണ് മാർക്ക് ഹവിങ്ക് ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഒരു പോളിമറിൻ്റെ ഇൻട്രിൻസിക് വിസ്കോസിറ്റിയും അതിൻ്റെ മോളിക്കുലാർ വെയ്റ്റിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് മാർക്ക് ഹവിങ്ക് ഇക്വേഷൻ. ദാറ്റ് മീൻസ് വി ക്യാൻ സേ ദാറ്റ് മാർക്ക് ഹവിങ്ക് ഇക്വേഷൻ റിലേറ്റ് ദ intrinsic viscosity of a polymer with its molecular weight എന്ന് നമുക്ക് പറയാം. നമുക്കിതിലെ പാരാമീറ്റേഴ്സ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇക്വേഷൻ എന്താ വരുന്നത്? ഈറ്റ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എം റേസ് ടു എ ആണ് ഇക്വേഷൻ വരുന്നത്. അവിടെ ഈറ്റ എന്ന് പറയുന്നത് ഇൻട്രിൻസിക് വിസ്കോസിറ്റി ആണ്, എം എന്ന് പറയുന്നത് മോളിക്കുലാർ വെയ്റ്റ് ആണ്, K and A are constants. ഇനി നമുക്ക് എന്താ പറയുന്നത് നോക്കാം. Intrinsic viscosity is the measure of polymer's ability to increase viscosity of a solvent. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു പെർട്ടിക്കുലർ സോൾവെൻറ്റിലേക്ക് ഞാനൊരു പോളിമറിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോൾവെൻറ്റിൻ്റെ വിസ്കോസിറ്റി ചേഞ്ച് ചെയ്യും. സോൾവെൻറ്റിൻ്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ഇൻട്രിൻസിക് വിസ്കോസിറ്റി എന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എം എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ വെയ്റ്റ് ആണ്. എം എന്ന് പറയുന്നത് മോളിക്കുലാർ വെയ്റ്റ് ആണ്. മോളിക്കുലാർ വെയ്റ്റ് ഞാൻ പറഞ്ഞു, എം എന്ന് പറയുന്നത് മോളിക്കുലാർ വെയ്റ്റ് ആണ് അല്ലേ? മോളിക്കുലാർ വെയ്റ്റിൻ്റെ ആവറേജ് ഡിഫറെൻറ്റ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എം എന്ന് പറയുന്നത് ടിപ്പിക്കലി എന്താണ്? വിസ്കോസിറ്റി ആവറേജ് ആണ്. മോളിക്കുലാർ മാസിൻ്റെ വിസ്കോസിറ്റി ആവറേജ് ആണ് ഇവിടെ എം എന്ന് പറയുന്നത്. കെ ആൻഡ് എ ആർ കോൺസ്റ്റൻസ് ആണ്, ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പോളിമർ, സോൾവെൻറ്റ് ആൻഡ് ടെമ്പറേച്ചറിനെയും പോളിമറിനെയും സോൾവെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന കോൺസ്റ്റൻസുകളാണ് കെയും എയും എന്ന് പറയുന്നത്. ഇനി നോക്കൂ, എയുടെ വാല്യൂസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എയുടെ വാല്യൂസ് 0.5 to 0.8 ആണെങ്കിൽ നമ്മൾ അത്തരം സോൾവെൻസുകളെ ഗുഡ് സോൾവെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് നെക്സ്റ്റ് വൺ എയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5 ആണെങ്കിൽ ആ സോൾവെൻറ്റ് നമ്മൾ തീറ്റ സോൾവെൻറ്റ് എന്ന് വിളിക്കുന്നു. 0.5നേക്കാൾ കുറവാണ് എയുടെ വാല്യൂ എങ്കിൽ അത് പുവർ സോൾവെൻസ് ആയിരിക്കും. 0.8നേക്കാൾ കൂടുതലാണെങ്കിൽ അതൊരു റിജിഡ് റോഡ് ലൈക്ക് ആയിട്ടുള്ള പോളിമേഴ്സ് ആയിരിക്കും. ഈ വാല്യൂസ് കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഡിപ്പെൻഡിങ് അപ്പോൺ ദ എ വാല്യൂസ് നമുക്ക് സോൾവെൻറ്റിനെ ഗുഡ് സോൾവെൻറ്റ് എന്നും പുവർ സോൾവെൻറ്റ് എന്നും അതുപോലെ റിജിഡ് ആയിട്ടുള്ള പോളിമർ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് പോളിമേഴ്സിൻ്റെ ഇൻട്രിൻസിക് വിസ്കോസിറ്റിയും മോളിക്കുലാർ വെയ്റ്റും നമ്മൾ റിലേഷൻഷിപ്പ് എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. ഇക്വേഷൻ നമ്മൾ എന്താ വിളിക്കുന്നത്? മാർക്ക് ഹവിങ്ക് ഇക്വേഷൻ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ ഇത്രയാണ് മാർക്ക് ഹവിങ്ക് ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങൾ. സോ നമ്മുടെ കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിലെ യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു പോളിമേഴ്സിൽ നമ്മൾ സ്പെഷ്യാലിറ്റി ഓഫ് പോളിമേഴ്സിൻ്റെ പാർട്ട് 2 വീഡിയോയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പോളിമറിൻ്റെ മോളിക്കുലാർ മാസിൻ്റെ ഡിറ്റർമിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് പോളിമറിൻ്റെ മോളിക്കുലാർ മാസ് ആവറേജ് എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മാർക്ക് ഹവിങ്ക് ഇക്വേഷൻ എന്താണ്, അതുപോലെ തന്നെ മോളിക്കുലാർ മാസ് ഡിറ്റർമിനേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള
പ്രോബ്ലംസ് ആണ് നമ്മൾ പിന്നെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇക്വേഷൻ്റെ ഡെറിവേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് പോളിമറിൻ്റെ മോളിക്കുലാർ മാസിൻ്റെ ഡിറ്റർമിനേഷൻ മെത്തേഡ്സുകൾ ഡിസ്കസ് ചെയ്യണം. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. സോ താങ്ക് യു.